അത്യാവശ്യം നല്ല ഡ്രഗൊക്കെ ഉണ്ട്, കുറച്ച് പെണ്ണുപിടിയൊക്കെ ഉണ്ട്. ഇല്ല, ഞാൻ നിന്നെ മാത്രം ലാലേട്ടൻ ആദ്യമായിട്ട് വില്ലനായിട്ടാണ് വരുന്നത്. അപ്പൊ അത് പറഞ്ഞിട്ട് ഒരാള് ഞാൻ പറഞ്ഞ ചെറിയ ആഗ്രഹങ്ങളൊന്നും അല്ല കുട്ടിക്ക്. ഐശ്വര്യ മറ്റേ ഡ്രൈവിംഗ് അറിയാതാണ് ചേസിംഗ് സീൻ ഡ്രൈവ് ചെയ്തതെന്ന് പറഞ്ഞത്. മാനസികാവസ്ഥ I think my character was one that was very different. അതുകൊണ്ട് തന്നെ I loved it. ഞാൻ വീടിനൊക്കെ ഒറിജിനൽ ഷോട്ട് തന്നെ പടത്തിൽ വെച്ചേക്കുന്നതും ശരിക്കും തലയടിച്ച് വീണിട്ടുള്ള ഷോട്ടാണ് അത് വെച്ചേക്കുന്നത്. അങ്ങനെ അതൊക്കെ റിയൽ ഷോട്ടാണ്. ഞാൻ ലാസ്റ്റ് ഞാൻ ചാക്കിന്റെ മുകളിൽ കയറുന്നത് അതൊക്കെ ഹൈ ഫീവർ നിൽക്കുക, ചത്ത് നിൽക്കുക, ഞാൻ അവിടെ ചാടാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുക. അങ്ങനെയൊക്കെ അതൊക്കെ ചെയ്തിട്ടുണ്ട്. ക്ലോസപ്പ് ഷോട്ട് വെച്ചിട്ടുണ്ടോ? പിന്നെ പക്ഷെ അവിടെ നമ്മൾ പൊടിയിട്ട് വലിച്ചു. എന്തോ നൈറ്റ് വെയർ എന്നെ കണ്ടു, അങ്ങനെ എന്നിട്ട് കുട്ടിക്കാരായിരുന്നു, കരച്ചിൽ നിർത്തുന്നില്ല, രാത്രി എന്തൊക്കെ ഉറങ്ങാൻ കിടക്കുമ്പോ ഞാൻ പിന്നെയും എന്നിട്ട് ഞാൻ കുട്ടിക്ക് ഒരു വീഡിയോ അയച്ചു കൊടുത്തു. ഇങ്ങനെ ഞാനും ചെയ്യില്ല. ഓഫീസർ ഓൺ ഡ്യൂട്ടി സിനിമയിലെ വില്ലൻ ടീമാണ് ഇന്ന് എന്റെ കൂടെ ഉള്ളത്. വെൽക്കം ലിയ, ഐശ്വര്യ, വിശാൽ ആൻഡ് വിഷ്ണു. വെൽക്കം ടു സിനിമ പ്രാന്തൻ. സോ ഇതിലെ വില്ലൻ ടീം ഞാൻ പറഞ്ഞു, ഈ ഒരു സ്ക്രിപ്റ്റ് സിനിമ നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഇതിലെ വില്ലൻ ടീമിനെ നമുക്കൊന്ന് രണ്ടെണ്ണം കൊടുക്കണം എന്ന് തന്നെ തോന്നിയായിരുന്നു. ഈ ഒരു കഥ നിങ്ങൾ ആദ്യം കേട്ടല്ലോ, ഈ ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത് എന്ന് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നി? ഇതാണ് ഞാൻ പെർഫോം ചെയ്യാൻ പോകുന്നത്. അതിന്റെ നിങ്ങളുടെ പെർസ്പെക്റ്റീവ് എങ്ങനെയായിരുന്നു? ഭയങ്കര സന്തോഷമായിരുന്നു. ഇഷ്ടമുള്ള ആളാണല്ലോ. അതെ, ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുമില്ല. ഭയങ്കര രസമുള്ള ഒരു എനിക്കൊരു ടീമാണല്ലോ. നമ്മുടെ ടെക്നിക്കൽ ക്രൂ എല്ലാവരും അടിപൊളിയായതുകൊണ്ട് അവരോട് വർക്ക് ചെയ്യാനുള്ള ഒരു എക്സൈറ്റ്മെന്റും ആയിരുന്നു ഏറ്റവും വലിയ കാര്യം. പിന്നെ ഞാൻ ഇങ്ങനത്തെ ഒരു എഡ്ജിലുള്ള കുറച്ച് എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു കേട്ടപ്പോൾ തന്നെ. പിന്നെ ഇതിലും നമ്മുടെ സൈഡിൽ നിന്നാണെങ്കിലും അതെ, ചാക്കോച്ചിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും അതെ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻസ് ഉണ്ട് സ്ക്രിപ്റ്റിൽ. അപ്പോൾ അത് ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്ത ഒരു ഫാക്ടർ. എന്തോ കേട്ടപ്പോൾ ഫസ്റ്റ് മൂവിയാണ്. ഫസ്റ്റ് മൂവിയിൽ തന്നെ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഡെപ്റ്ററിൻ്റെ ക്യാരക്ടർ വരുമ്പോൾ ഒബ്വിയസ്ലി എക്സൈറ്റഡ് ആയിരുന്നു. അതിനപ്പുറം നല്ല പേടിയുണ്ടായിരുന്നു എങ്ങനെയായിരിക്കും ഔട്ട്കം വരാൻ പോകുന്നത്. ഹാപ്പി ചെയ്തു, അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു സന്തോഷം. Apart from it being our first film, I think I was very excited because usually they call women into romantic roles or things like that. Adellam vitittu I think my character was one that was very different. Adondana I loved it. So it's a lot of fun. ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചിട്ടായിരുന്നില്ല, എന്നോട് കഥ എക്സ്പ്ലെയിൻ ചെയ്ത് തരികയായിരുന്നു. ഒരു ഫുൾ ഫ്ലെജ്ഡ് നറേഷൻ പോലെ പറഞ്ഞിരുന്നു. സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നില്ല അത് വരുമ്പോൾ. ബട്ട് ഓഫ് കോഴ്സ് ഐ ന്യൂ ദ എൻറ്റയർ തിങ് ഇങ്ങനെയൊക്കെയാണ്. ബട്ട് അതിൻ്റെ നിറ്റിഗ്രിറ്റീസ് ഒക്കെ കുറച്ച് കഴിഞ്ഞ് അതിലേക്ക് വന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കൂടുതലായത്. ബിക്കോസ് പലപ്പോഴും സീൻ പ്രോപ്പറായിട്ടുണ്ടെങ്കിലും ഡിവൈസ്ഡ് ആയിട്ട് ചെയ്യുന്ന ഒരു സ്റ്റൈലാണ് ഇതിൻ്റെ ഡയറക്ടർ. സീൻസ് ബേസിക്കലി കറക്റ്റായിട്ട് എങ്ങനെയാണ് ഒരു സ്ട്രക്ചർ ഉണ്ടെങ്കിലും അവിടെ വന്നിട്ട് എങ്ങനെയാണോ ചെയ്യേണ്ടത് എന്നുണ്ടാവും. സോ ആ ഒരു പ്രോസസ്സിൻ്റെ ഇടയിൽ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ വില്ലന്മാരുടെ നെറ്റിവിറ്റീസ് കുറച്ചും കൂടെ മനസ്സിലാവാൻ തുടങ്ങി. സോ അത് കുറച്ചും കൂടി ഇൻട്രസ്റ്റഡ് ആയി. അപ്പോൾ കുറേ ഒരു ഉള്ളിലേക്ക് എത്തി കുറച്ച് വർക്ക് ചെയ്തിട്ടാണ് അതിൻ്റെ എത്രത്തോളം അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവാം, അല്ല ഇമ്പാക്റ്റ് അല്ല എത്രത്തോളം ബില്യനേഴ്സും വില്ലന്മാർക്ക് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. സോ ദാറ്റ് വാസ് എൻ എക്സൈറ്റിംഗ് റിവീൽ. എനിക്ക് കുറച്ച് ചാലഞ്ചിങ് ഈ ഡ്രഗ്സിന്റെ യൂസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ സ്ക്രീനിൽ ചെയ്ത് കളിപ്പിക്കാൻ പറയുന്നത് അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല. അതെങ്ങനെയായിരുന്നു? ഇപ്പൊ ഡയറക്ടർ ആണെങ്കിലും ഇതിന്റെ കൊറിയോഗ്രാഫേഴ്സ് ആണെങ്കിലും നിങ്ങളടുത്ത് നറേറ്റ് ചെയ്ത് തന്നു, നിങ്ങളത് ഏറ്റെടുത്ത് ചെയ്തതിന്റെ പ്രോസസ്സൊക്കെ എങ്ങനെയായിരുന്നു? നമുക്ക് കുറച്ച് റെഫറൻസ് മെറ്റീരിയൽ തന്നായിരുന്നു അവർ. ഈ പറഞ്ഞ റിക്കവറിങ് ഡ്രഗ് ആഡിക്സിൻ്റെയും പിന്നെ ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആഡിക്സിൻ്റെ ഒക്കെ ഡോക്യുമെൻ്ററീസും കാര്യങ്ങളൊക്കെ റെഫറൻസ് മെറ്റീരിയൽ യൂസ് ചെയ്തു. പിന്നെ പക്ഷെ അവിടെ നമ്മൾ പൊടിയിട്ട് വലിച്ചു. നമുക്ക് ക്ലിയർ ആയിട്ട് ക്ലോസപ്പ് ഷോട്ട് വെച്ചിട്ടുണ്ടോ? എല്ലാവരും ഒട്ടും സുഖമുള്ള പരിപാടിയല്ല. കിക്കും കിട്ടൂല, നോസും ബ്ലോക്ക് ആവും, പ്രശ്നമാണ്.
ഉണ്ടായിരുന്നോ? അതിങ്ങനെ ഫ്ലെം ഈ സാധനം കൂടെ പോയി ഇങ്ങനെ ഇവിടെ സ്റ്റക്ക് ആവും. പിന്നെ ഫ്ലെമ്പും ഒക്കെ ആയിട്ട് പിന്നെ ഒരു 1-2 hours എടുക്കും അത് ഫുള്ളി ക്ലിയർ ആവാൻ. റീടേക്ക് പോകണ്ടൊക്കെ വന്നിരുന്നെങ്കിലോ? അത്രേ ഉള്ളൂ, ഒന്നും ചെയ്യാൻ പക്ഷെ അത് അതിന് വേറെ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ഷോട്ട് മാത്രം നമ്മൾ ഭയങ്കര കൊറിയോഗ്രാഫ്ഡ് ആയിട്ട് അങ്ങനെ ചെയ്തു. കാരണം മറ്റേ നീ ബൗണ്ട് ഷോട്ട് എടുക്കുന്നു, അപ്പൊ അതിലൊരു പ്രോബ്ലംസ് ഇട്ട് പ്രോപ്പറായിട്ട് ഞങ്ങൾക്കൊരു ഈ പറഞ്ഞ കൊറിയോഗ്രഫി ഉണ്ടായിരുന്നു ഡ്രഗ് സീൻസിൽ. ബാക്കിയൊക്കെ ഉള്ളതുപോലെ നമ്മളോട് അങ്ങ് ചെയ്യാൻ പറഞ്ഞു, ചെയ്തു. ഇപ്പം ആദ്യത്തെ സിനിമയാണ് രണ്ടുപേരുടെയും. അപ്പം ഈ ഒരു ക്യാരക്ടർ വീട്ടിൽ അവതരിപ്പിച്ചപ്പോ എങ്ങനെയായിരുന്നു? വീട്ടില് അതൊരു ക്യാരക്ടർ കിട്ടിയെന്ന് പറഞ്ഞപ്പോ അത് വില്ലനാണെന്ന് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ പതിയാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് വീട്ടില് ഇങ്ങനെയാണ് ക്യാരക്ടർ. ആദ്യം പറഞ്ഞു വില്ലൻ ക്യാരക്ടറാണ്, പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ക്യാരക്ടേഴ്സാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഫിലിം ഇറങ്ങുന്നതിന് ഒരു 2 മാസം മുമ്പ്, ഒരു 1-2 മാസം മുമ്പാണ് ഒരു നല്ലൊരു ബ്രീഫ് കൊടുത്തത്. അത്യാവശ്യം നല്ല ഇവനാണ് അതെ, വിഷ്ണു റംസാനാണല്ലോ റംസാൻ എന്റെ ബോയ് ഫ്രണ്ടാ. അത് ഇങ്ങനെയാണ് സപ്പോർട്ട് ചെയ്തത്. റംസാനല്ലേ നീ ഇത് പറയല്ലേ? അവർക്ക് എനിക്ക് തോന്നുന്നു ഫിലിം ഞാൻ പറഞ്ഞ അധികം അത് ഹിറ്റായിട്ടുണ്ടായിരുന്നു. കണ്ടു കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ഓക്കെ ഇതാണ് ചെയ്തത് മനസ്സിലായത്. എന്നോട് ഞാനൊന്നും പറഞ്ഞില്ല, ശരിക്കും എനിക്ക് സംസാരിക്കാൻ പറ്റിയിട്ടില്ല വീട്ടില് ഇതുവരെ. ഞാൻ ചോദിച്ചപ്പോ വളരെ ഇഷ്ടമായി എന്നാണ് എന്റെ ഇതുവരെ ഉള്ള അറിവ് എനിക്ക്. എന്റേത് I think on the day of release they were very happy. I think വീഡിയോസിലൊക്കെ കാണാൻ they were very excited. എൻ്റെ പുറകിൽ തന്നെ നിൽപ്പണ്ട് ചിരിച്ച് രണ്ടുപേരും. So I think on that day they were really happy. പക്ഷെ ഇന്ന് രാവിലെ ഇപ്പോൾ അവിടെ നിന്ന് ഒരു മെസ്സേജ് വന്ന് 2 minute ഒരു വോയിസ് നോട്ട് ആളയച്ചിട്ടുണ്ട്. Where she's like ഇനി നീ വില്ലൻ ചെയ്യണ്ടാവും, എന്തോ ഇത് ഇച്ചിരി കൂടി പോയി അങ്ങനെ പെട്ടെന്ന് സദാചാരം എന്നിട്ട് ഇങ്ങനെ ആരോ പുള്ളിക്കാരിട്ട് പോയി പറഞ്ഞു ഇങ്ങനെ ഒരു പ്രാവശ്യം വില്ലൻ റോൾ ചെയ്താൽ പിന്നെ എപ്പോഴും വില്ലൻ റോളൊക്കെ ഇട്ടാ അങ്ങനെയൊക്കെ പോയി പറഞ്ഞു ആരൊക്കെ. അപ്പൊ ആള് ഫുൾ പേടിച്ചിട്ട് അങ്ങനെ ആരോ വന്നിട്ടുണ്ട്. അപ്പൊ ആള് ഫുൾ പേടിച്ചിട്ട് എന്നെ ഇങ്ങനെ മെസ്സേജ് ചെയ്തു. ഞാൻ പറഞ്ഞു ഓക്കെ ഗുഡ് നൈറ്റ്. അപ്പൊ നിങ്ങളുടെ എങ്ങനെ ഉണ്ടായിരുന്നു വീട്ടില് ഇത് അവതരിപ്പിക്കണ്ടേ ഈ ഒരു ക്യാരക്ടറിന്റെ കാര്യമൊക്കെ? ജോലിയല്ലേ ഒരു പ്രശ്നമാണ്. എക്സിറ്റ് കണ്ടിട്ടുണ്ടോ? ഫുട്ടേജ് കണ്ടിട്ടുണ്ടോ? അത് വെച്ച് നോക്കുമ്പോ ഇതൊന്നും അല്ല. എല്ലാവരും ഒരു ക്യാരക്ടർ ഷിഫ്റ്റ്. ഇപ്പം ഐശ്വര്യ എനിക്ക് തോന്നിയാൽ ഇപ്പൊ വീട്ടിൽ വന്നിട്ടുള്ള ഒരു സീൻ ഉണ്ടല്ലോ, അവിടെ നിന്ന് ആ മുടി കെട്ടിരിക്കുന്ന അവിടെ നിന്ന് ആ ക്യാരക്ടർ ഷിഫ്റ്റ് ആകുന്നുണ്ട്. അത് ഓൾറെഡി പ്ലാൻഡ് ആയിരുന്നോ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യാന്നുള്ളത്? യെസ്, അതെ ആയിരുന്നു. അത് ഞങ്ങളുടെ അസോസിയേറ്റ് ഡയറക്ടറിന്റെ ഐഡിയ ആയിരുന്നു അത് ചെയ്യാമെന്ന്. മുടി ബാക്കിലോട്ട് വെക്കുന്ന സീൻ ആദ്യം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു വർക്ക് ആവുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. ബട്ട് ചെയ്ത് കഴിഞ്ഞപ്പം യെസ്, ആ ഒരു ഷിഫ്റ്റ് എനിക്ക് തോന്നിയത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. നമ്മളുടെ അടുത്ത് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഓക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു, നമുക്ക് ഇനി പ്രത്യേകിച്ച് ആക്ട് ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല, ഇനിയിപ്പം നമുക്ക് നമ്മുടെ സ്വയം ആരാണ് നമ്മൾ എന്താണെന്നുള്ളത് കാണിക്കാം എന്നുള്ളൊരു ഷിഫ്റ്റ് അത് നന്നായിട്ട് എനിക്ക് തോന്നുന്നു രജിസ്റ്റർ ആയിട്ടുണ്ട്. ഞാൻ ഈ ഇന്റർവ്യൂവിൽ പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഇങ്ങനെ പറഞ്ഞ വിശാഖിൻ്റെ ക്യാരക്ടർ കുറച്ച് ജോക്കർ റെഫറൻസും കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അതുള്ളതായിരുന്നോ? ആ റെഫറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു? എനിക്ക് റെഫറൻസ് ആയിരുന്നില്ല, പക്ഷെ ഐ തിങ്ക് ഇങ്ങനത്തെ കുറച്ച് എക്സെൻട്രിക് ആയിട്ട് വില്ലൻസിനെ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് നമുക്ക് ജോക്കറിന് ഓർമ്മ വരും. കാരണം അത്രയും ഐക്കോണിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ലേ. അതുകൊണ്ടുള്ളൊരു കമ്പാരിസൺ ആയിട്ട് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഞാനങ്ങനെ അതൊരു റെഫറൻസ് ആയിട്ട് എടുത്തില്ല. കാരണം ജോക്കർ ഞാൻ നേരത്തെ ഒരു പേരും പറഞ്ഞോളൂ, പുള്ളി ഒരു സൈക്കോപാത്താണ്. അല്ലെ, പുള്ളിക്ക് ഇമോഷൻസ് ഇല്ല, ഒന്നുമില്ല, ജസ്റ്റ് എല്ലാത്തിനെയും തമാശയായിട്ട് കാണുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ ക്രിസ്റ്റി ഭയങ്കര ഇമോഷണൽ ആയിട്ട് മനുഷ്യനാണ്. ഗേൾഫ്രണ്ട് മരിച്ചപ്പോൾ അലറി കരയുന്ന ഒരു മനുഷ്യനാണ്. ഫ്രണ്ട്സിന് വേണ്ടി ചാവാൻ റെഡി ആവുന്ന മനുഷ്യനാണ്. അപ്പോൾ അതൊരു സൈക്കോപാത്ത് അല്ല. ജോക്കർ ഒരു റെഫറൻസ് ആയിരുന്നില്ല. ഇമോഷൻ ചേഞ്ച് ചെയ്യുന്നൊക്കെ അങ്ങനെ തോന്നിയായിരുന്നു. എനിക്കും തോന്നിയില്ലേ? ഇടയ്ക്ക് വിഷ്ണുവിന്റെ ക്യാരക്ടറായിട്ട് ഡയലോഗ് പറയുമ്പോഴൊക്കെ
അച്ഛൻ ദേഷ്യപ്പെടുമല്ലോ ആ, ആ, ആ. ലാംഗ്വേജ് മലയാളം ഇംഗ്ലീഷ് മിക്സ് ചെയ്തൊക്കെ സംസാരിക്കല്ലോ. അവിടെ എനിക്കും തോന്നിയായിരുന്നു ആണോ? കുറച്ച് പറഞ്ഞപ്പോൾ ഞാൻ എനിക്ക് ഓക്കെ, അത് നമുക്കൊരു കോംപ്ലിമെന്റ് ആയിട്ട് തന്നെ എടുക്കാം. പിന്നെ അതുപോലെ വിഷ്ണുവിന്റെ ഈ ഒരു സിനിമയിലെ ലുക്ക് കണ്ടപ്പം അർജുൻ ദാസിന്റെ ചെറിയൊരു റിസംബ്ലൻസ് പോലെ കാര്യങ്ങൾ പറഞ്ഞിരുന്നോ? രണ്ടുപേര് പറഞ്ഞു. നമ്മളല്ലാണ്ട് തമിഴും കൂടെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ചും അതെ, എനിക്ക് തോന്നുന്നു അത് തമിഴ് എനിക്ക് തോന്നുന്നല്ല, അതൊരു ആ സമയത്തിട്ട് ഒരു ഇതാണ് തമിഴിൽ സംസാരിച്ച് എങ്ങനെ ഉണ്ടാവും എനിക്ക് തോന്നുന്നു. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വന്നൊരു ഐഡിയ. മുമ്പേ അങ്ങനെ തമിഴനാണ് എന്നൊരു ഇതുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ 1-2 വേർഡ്സ് ഉപയോഗിക്കാം, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ അത് കുറച്ച് വർക്ക്ഔട്ട് ചെയ്തപ്പോൾ എല്ലാവർക്കും തോന്നി അത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. തമിഴിൽ വന്നാൽ ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ടാവും ക്യാരക്ടറിനും, പ്ലസ് ഇറ്റ് മൈറ്റ് ആഡ് ടു ദ എൻറ്റയർ പ്ലോട്ട്. അപ്പം അങ്ങനെയാണ് അതിൽ വന്നത്. സോ അതായിരിക്കാം മേ ബി കുറച്ച് പേര് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു ആ ഹെയർ സ്റ്റൈലൊക്കെ ഇങ്ങനെ കുറച്ച് ഇതായത് കൊണ്ട് ഉള്ള റെഫറൻസ് ആയിരിക്കാം. ലാംഗ്വേജ് ഇപ്പം തമിഴ് ഓക്കെ. ലാംഗ്വേജ് ഞാൻ ആക്ച്വലി തമിഴല്ല, മലയാളി തന്നെയാണ്. പക്ഷെ ഞാൻ ഹുസൂറിൽ ഉണ്ടായിരുന്ന ഒരു 3 years ആയിട്ട് 3-4 years ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു തമിഴ്നാട്ടിൽ. പിന്നെ പണ്ട് കാലം മുതൽ തമിഴൊക്കെ കേട്ട് നല്ല പാട്ടും പടമൊക്കെ കണ്ടു വളർന്നുകൊണ്ട് തമിഴിനോടൊരു മിനിമം ഇതുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് ഗ്രാമാറ്റിക്കലി ഇഷ്യൂസ് ഒക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ച് കറക്റ്റ് ചെയ്തിട്ടാണ് ചെയ്തത്. പക്ഷെ ഓഫ് കോഴ്സ് അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പേടി. അത് തമിഴ് വരുമ്പോൾ ക്രിഞ്ച് അടിക്കുക വെച്ചാൽ കേട്ട് കഴിഞ്ഞ ആൾക്കാർ ഇരിക്കും തമിഴ് എന്ന് പറയൂ എന്നുള്ളതായിരുന്നു. ബട്ട് ഫോർച്ചുനേറ്റ്ലി അങ്ങനെ നടന്നിട്ടില്ല. എല്ലാവരും തമിഴിനെ കുറിച്ച് നല്ലത് പറഞ്ഞിട്ടുണ്ട്. സോ ഡയലോഗ് തമിഴ് ഡയലോഗ് ഭയങ്കര ഹിറ്റായി. എന്റെ ലാസ്റ്റ് നല്ല വിളിച്ചു പറയുന്നത് ഇപ്പൊ തിയേറ്ററിലൊക്കെ പോകുന്നുണ്ടോ? പോയി. കഴിഞ്ഞു. എല്ലാരും എങ്ങനെയുണ്ട് പറയുന്നതൊക്കെ, എല്ലാവരുടെയും റെസ്പോൺസ് അവിടെ നിന്ന്? അടിപൊളിയായിരുന്നു. വെച്ചാൽ നമ്മളെ സ്പെസിഫിക്കലി തിയേറ്ററിൽ കുറച്ചും കൂടി ഒരു ഇത് എന്ന് പറഞ്ഞാല് പടം കഴിയുമ്പോഴാണ് ബേസിക്കലി ഇന്റർവെല്ലിൽ നമ്മൾ പോകുമ്പോൾ നമ്മളോട് നല്ല ആൾക്കാർക്ക് അങ്ങനെ ഒരു ഇതില്ല, ഓക്കെ തുടങ്ങുന്നുള്ളൂ അങ്ങനെ ഒരു സംഭവത്തിന്. പക്ഷെ എൻഡിൽ പോയ സംഭവങ്ങൾക്കൊക്കെ വളരെയധികം സ്നേഹത്തോടെയും സന്തോഷത്തോടു കൂടി പീപ്പിൾ ഹാവ് ഇൻവൈറ്റഡ് us. ആൻഡ് ആരെങ്കിലും ദേഷ്യമൊക്കെ കാണിച്ചോ? നമുക്ക് ഒരു ഇത് തോന്നില്ല. ഞാൻ ആദ്യം അത് പുറകിലൊക്കെ വിളിച്ചു വരുന്നുണ്ട്, നിന്നെ കിട്ടിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷെ തമാശ രീതിയിൽ നല്ല ഇതിലൂടെ പറയുന്നേ ഉള്ളൂ. പക്ഷെ എല്ലാവരും അങ്ങനെയൊക്കെ പറഞ്ഞു ഇഷ്ടം പോലെ. ലയനക്കാണ് അങ്ങനത്തെ കുറച്ച് നല്ല കമന്റ്സ് അധികം കിട്ടിയിരിക്കുന്നത്. എനിക്ക് ഒരു അമ്മച്ചി പറഞ്ഞു എന്തുവാ എന്നെ എന്തുവാ കണ്ണടയ്ക്കുമ്പോ മൂക്കുത്തിയുള്ള ആ കുട്ടി ഇങ്ങനെ എന്റെ അടുത്തേക്ക് വരുന്ന പോലെ പിന്നെ വേറെ ഒരു ഞങ്ങളുടെ അസോസിയേറ്റ് ഡയറക്ടറിന്റെ ഫ്രണ്ടിന്റെ ഒരു മോൻ എന്തോ നൈറ്റ് മെയർ എന്നെ കണ്ടു, അങ്ങനെ എന്നിട്ട് കുട്ടിക്കാരായിരുന്നു, കരച്ചിൽ നിർത്തുന്നില്ല, രാത്രി എന്തൊക്കെ ഉറങ്ങാൻ കിടക്കുമ്പോ ഞാൻ പിന്നെയും അയ്യോ അങ്ങനെയൊക്കെ എന്നിട്ട് ഞാൻ കുട്ടിക്ക് ഒരു വീഡിയോ അയച്ചു കൊടുത്തു. ഇങ്ങനെ ഞാനും ചെയ്യില്ല ഒരു വീഡിയോ അയച്ചു കൊടുത്തു. അങ്ങനെ എനിക്ക് കൊറേ കിട്ടിയ മാത്രമേ കിട്ടേണ്ട വന്നുള്ളല്ലേ. തിയേറ്റർ ആർട്ടിസ്റ്റ് ആയിരുന്നു, അവിടെ നിന്ന് പിന്നെ ഇതിലേക്ക് വന്നപ്പം ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയുണ്ട്? എനിക്കിത് ഫുള്ളി ഇറ്റ്സ് കംപ്ലീറ്റ്ലി ന്യൂ ഫോർ മീ. വർക്കിംഗ് വിത്ത് ക്യാമറ ഞാൻ അത്രയും ചെയ്യാത്തൊരു പരിപാടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യത്തെ ഒരു ഫസ്റ്റ് ഷൂട്ട് വന്നപ്പോൾ അത് ഫ്രെയിമെല്ലാം സെറ്റ് ചെയ്ത് ഞങ്ങളോട് കയറി നിൽക്കാൻ പറഞ്ഞു. പക്ഷെ അഭിനയിക്കാൻ പറ്റുന്നില്ലായിരുന്നു ആർക്കും. അങ്ങോട്ട് എത്ര ടേക്ക് എടുത്തിട്ട് അങ്ങോട്ട് ശരിയാവുന്നില്ല. ബിക്കോസ് ഞങ്ങൾ എല്ലാവരും പുതിയതായിട്ട് നിൽക്കുക. ഞങ്ങൾ വന്ന് നിൽക്കുമ്പോൾ ഇവിടെ ഇത്രയും ആൾക്കാർ നമ്മൾ നോക്കി നിൽക്കുക. അഭിനയിക്കുന്ന സമയത്ത് ഒട്ടും ആദ്യം കുറെ സമയം എടുത്തായിരുന്നു ഒന്ന് കംഫർട്ടബിൾ ആവാൻ. പിന്നെ ഈ ആഫ്റ്റർ റിലീസ് ഉള്ള ഇതൊക്കെയും കുറച്ച് ന്യൂ അല്ലേ, ഈ ഇന്റർവ്യൂസ് ഇങ്ങനെ ഇന്ന് തന്നെ ഇപ്പൊ കുറെ ആയല്ലോ. അതും എങ്ങനെയുണ്ട് ആഫ്റ്റർ റിലീസ് ഉള്ള ഈ ഒരു പ്രോസസ് എങ്ങനെയുണ്ട്? ഓണസ്റ്റ്ലി ഞാൻ ഇന്ന് രാവിലെ ജസ്റ്റ് വിഷ്ണുവിന്റെ അടുത്തും ഐശ്വര്യ അടുത്തും പറയായിരുന്നു ദാറ്റ് മടുത്തുന്നു. ഇത്രയും വിചാരിച്ചില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ഓൾ ദ ലവ് ആൻഡ് ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്ന വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ഇറ്റ്. പടം ഹിറ്റ് ആയതുകൊണ്ടാണല്ലോ നമ്മളെ വിളിക്കുന്നതും ഓൾ ഓഫ് ഇറ്റ്. സോ അങ്ങനെ ചിന്തിക്കുമ്പോൾ വെരി ഗ്രേറ്റ്ഫുൾ. പക്ഷെ അതേസമയം ഇതൊക്കെ പുതിയതായതുകൊണ്ട് ദർ ഈസ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് അൺകംഫർട്ടബിൾ ഫീലിംഗ് ആൻഡ് ലൈക്ക് യു സെറ്റിലിംഗ് ഇൻ ടു ഇറ്റ് ലിറ്റിൽ ബിറ്റ്. we're not used to this. ഇന്നലെ വരെ ഞാൻ വെറുതെ റോട്ടിക്കൂടെ നടന്ന ആളെ ഇപ്പൊ റോട്ടിക്കൂടെ നടക്കുന്ന ആൾക്കാർ ഇതേ വില്ല
So we're not used to it. ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ട്രെൻഡിങ് ആണ്. ഇപ്പൊ ഒന്ന് പൂച്ചക്കളുള്ള കുട്ടികളും പറയും, പിന്നെ രണ്ട് വില്ലതികളെന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രെൻഡിങ്. ആ റീൽസ് ഒക്കെ കാണുന്നുണ്ടോ? അപ്പൊ അത് ഞാൻ കുറെ പേജസ്, കുറെ ഓൺലൈൻ മീഡിയാസും അല്ലാതെയുള്ള പേജസ് ഒക്കെ എടുത്തിടുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളെ എത്തുന്നുണ്ടോ? ഇതെല്ലാം കുറച്ചൊക്കെ എത്തുന്നുണ്ട്. മാത്രം എന്റെ ഫീൽഡിലുള്ളൂ. ഇവർ രണ്ടുപേരും I am humble. അത് കണ്ടിട്ട് എന്ത് തോന്നി? എല്ലാരും ഇങ്ങനെ എടുത്ത് തിയേറ്ററിൽ നിന്നിട്ടുള്ള കുറെ റീൽസ് ഉണ്ടായിരുന്നു. അങ്ങനെ സന്തോഷം അത്രയല്ലേ? സന്തോഷമുണ്ട്, തീർച്ചയായിട്ടും നല്ല സന്തോഷമുണ്ട്. പ്രതീക്ഷിക്കുന്നില്ല സത്യമായിട്ടും. ഞാൻ അറിയാമായിരുന്നു നമ്മൾ തിയേറ്റർ വിസിറ്റ് കഴിഞ്ഞിട്ട് തിയേറ്റർ കഴിഞ്ഞിട്ട് ഇറങ്ങി വരുമ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നറിയാമായിരുന്നു. പക്ഷെ ഇത് എനിക്ക് ഓർമ്മയുണ്ട്, ഡോർ തുറന്നിട്ട് നമ്മൾ തിയേറ്ററിൽ ഇറങ്ങി ഡോർ തുറക്കുകയും ഫ്രണ്ടിൽ ഫുൾ ക്യാമറാസ് ആണ്. ഞങ്ങൾക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. എനിക്ക് അവരെന്തൊക്കെയോ ചോദിക്കാനൊക്കെ തുടങ്ങി. അത് കുറച്ച് ഓവർവെൽമിങ് ആണ്. എന്തൊക്കെ ആ ഒരു ഇപ്പോഴും രജിസ്റ്റർ ആയിട്ടില്ല, കറക്റ്റ് ഹെഡിലോട്ട് കയറിയിട്ടില്ല എന്താ നടക്കുന്നത് എന്നുള്ളത്. ബട്ട് വെരി ഹാപ്പി ആൻഡ് ലൈക്ക് യു സെഡ് വെരി ഗ്രേറ്റ്ഫുൾ. ഇതിലെ ഫൈറ്റും അതുപോലെ എടുത്തു പറയണം. ഇപ്പം ചാക്കോച്ചന്റെ എനിക്ക് തോന്നുന്നു ഇത്രയും ഒരു വൈൽഡ് ആയിട്ടുള്ള ഒരു ഫൈറ്റ് ഒക്കെ നമ്മൾ കാണുന്നു. അത്രയും എത്താൻ കാരണം ഓപ്പോസിറ്റ് നിങ്ങൾ അതുപോലെ ഫൈറ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ ആ ഫൈറ്റിന്റെ കൊറിയോഗ്രാഫിയും അതിന്റെ റിഹേഴ്സലും ഒക്കെ എങ്ങനെയായിരുന്നു? ഫൈറ്റ് 2 ഫൈറ്റാണ് പടത്തിലുള്ളത്. ഒരെണ്ണം മറ്റേ മോർച്ചറി ഫൈറ്റ് ചെയ്തത് എൻ്റെ പേരെന്താ, വിക്കി മാസ്റ്ററാണ് ചെയ്തത്. രണ്ടാമത്തത് ദിലീപ് സുബ്രഹ്മണ്യൻ മാസ്റ്ററാണ് ചെയ്തത്. ഞങ്ങൾ ശരിക്കും ഒരു എന്താ പറയുക, ഒരു ടീം ആവുന്നത് ഈ ഫൈറ്റ് കൊറിയോഗ്രഫി റിഹേഴ്സൽസ് ഒക്കെ തുടങ്ങിയ ആ സമയത്താണ്. അതുകൊണ്ട് ഐ തിങ്ക് ഏറ്റവും വലിയ ബോണ്ടിങ് എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും ഞങ്ങൾക്ക്. ഈവൻ ചാക്കോച്ചനായിട്ടും ഒന്ന് ഓപ്പൺ അപ്പ് ആവാനും ഒന്ന് കംഫർട്ടബിൾ ആവാനും ഒക്കെ ആ ഒരു സമയം ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തായിരുന്നു. ഷൂട്ടിന്റെ സമയത്ത് ഇഞ്ചുറീസ് ഇവർക്ക് രണ്ടുപേർക്കും നന്നായിട്ട് വന്നായിരുന്നു അല്ലേ? ഇൻഫാക്ട് ലൈക്ക് ഞാൻ വീടിനൊക്കെ ഒറിജിനൽ ഷോട്ട് തന്നെ പടത്ത് വെച്ചേക്കുന്നതും ശരിക്കും തലയടിച്ച് ഇങ്ങനെയുള്ള ഷോട്ടാണ് അത് വെച്ചേക്കുന്നത്. അങ്ങനെ അതൊക്കെ റിയൽ ഷോട്ടാണ്. ഞാൻ ലാസ്റ്റ് ഞാൻ ചാക്കോച്ചിന് മുകളിൽ കയറുന്നത് അതൊക്കെ ഹൈ ഫീവർ നിൽക്കുക, ചത്ത് നിൽക്കുക, ഞാൻ അവിടെ ചാടാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുക, അങ്ങനെയൊക്കെ അതൊക്കെ ചെയ്തേക്കുന്നു. ബട്ട് എൻജോയ് ചെയ്ത ആക്ഷൻ സീക്വൻസ് ഒക്കെ ചെയ്ത ലൈക്ക് ഐ ഹാഡ് ലോട്ട്സ് ഓഫ് ഫൺ ഡൂയിങ് ഇറ്റ്. ആൻഡ് എല്ലാവരുമായിട്ട് ഒരുമിച്ച് ചെയ്യുമ്പോൾ അതിന്റെ വേറെ തന്നെ ഒരു രസമായിരുന്നു. സോ യാ. എത്ര ദിവസം പോയിരുന്നു ഫൈറ്റിന്റെ ഷൂട്ടൊക്കെ? 4-5 days കൊറിയോഗ്രാഫി ഉണ്ടായിരുന്നു. ബേസിക്കലി നല്ല കൊറിയോഗ്രാഫി നമ്മൾ വർക്ക്ഷോപ്പ് ആയിട്ട് ചെയ്തു. മോസ്റ്റ്ലി ഫസ്റ്റ് ഫൈറ്റ് അതിലായിരുന്നു ആദ്യമായിട്ട് നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നത്. സോ ഐ ഗെറ്റ്സ് 4-5 days കൊറിയോഗ്രാഫി. പിന്നെ ഒരാഴ്ച ഉണ്ടായിരുന്നു ഷൂട്ട്. ഓൾമോസ്റ്റ് 1 week ഷൂട്ട് ഉണ്ടായിരുന്നു. മറ്റേത് അതെ ഓൾമോസ്റ്റ് 1 week ഉണ്ടായിരുന്നു. അതും ക്ലൈമാക്സ് ഫൈറ്റ് എനിക്ക് തോന്നുന്നു ഒരാഴ്ചത്തോളം എന്തായാലും ഉണ്ടായിരുന്നു. അത് വളരെ ടൈറ്റ് ആയിട്ട് എടുക്കുക എന്ന് വെച്ചാൽ കുറെ ഷൂട്ട് ചെയ്തു. എന്നിട്ട് എനിക്ക് തോന്നുന്നു നല്ലോണം അത് പ്രോപ്പറായിട്ട് ചമൻ കട്ട് ചെയ്താണ്. ചമന്റെ ഒരു ബ്രില്യൻസ് ആണ് ശരിക്കും ആ ഒരു ഫൈറ്റിന് ഒരു ഇന്റൻസ് മൂഡും ടെൻഷനും അതേപോലെ നിർത്താനും ഓരോ കട്ടിലും വരുന്നൊരു ഫീലൊക്കെ എനിക്ക് തോന്നുന്നു ചമന്റെ കട്ടിലൂടെയാണ് മോസ്റ്റ്ലി വന്നത്. സോ ദാറ്റ് വാസ് ഇൻസെയിൻ. എന്തെങ്കിലും പരിക്കുകൾ കിട്ടിയായിരുന്നോ ഫൈറ്റിൽ? പരിക്ക് എന്ന് ഇതിന്റെ കൂടെ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അടിയെ കൊണ്ടിട്ടുണ്ട്. പക്ഷെ അതൊരു പരിക്കായിട്ടൊന്നുമില്ല, നോർമൽ ആയിട്ടുള്ള അടിയും അതെ ചതവും വേദനയും അത്രയൊക്കെ ഉള്ളൂ. ലയാണ് അതിന്റെ എല്ലാം വായിക്കൂരി എടുത്ത് നിങ്ങളുടെ കൂടെ ഒരു അഞ്ചാമനും കൂടെ ഉണ്ടായിരുന്നല്ലോ, ആളിവിടെ എത്താൻ പറ്റിയില്ല. അപ്പൊ ആളുടെ കൂടെ ഉള്ള ഒരു എക്സ്പീരിയൻസും കൂടെ ഒന്ന് പറയോ? ആളുടെ കൂടെ ഉള്ള എക്സ്പീരിയൻസ് ഞങ്ങളുടെ നടുന്തൂണാണ്. അവന്റെ ഒരു ഫോട്ടോ നമ്മളിവിടെ നമുക്ക് ഇത് എഡിറ്റ് ചെയ്യുമ്പോ അവിടെ ഇങ്ങനെ അവൻ നിസ്സാരക്കാരനല്ല, അവൻ ഇന്റർനാഷണൽ സൂപ്പർ മോഡലാണ്. പാരീസ്, മിലാൻ, ലണ്ടനിലൊക്കെ ഫാഷൻ വീക്കിലൊക്കെ വാക്ക് ചെയ്യുന്ന ഒരു ഇന്റർനാഷണൽ സൂപ്പർ മോഡലാണ്. ഏറ്റവും വലിയ മോഡൽസിനെ റെപ്രസെന്റ് ചെയ്യുന്ന എനിക്ക് തോന്നുന്ന ഏജൻസിയൊക്കെയാണ് അവനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അവനിവിടെ ഒന്ന് സിനിമ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയുക, ദാറ്റ്സ് നോട്ട് ഹിസ് മെയിൻ ഏരിയ. ഇവിടെ ഈ ഒരു ഇഷ്ടം കൊണ്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഇത് കൊണ്ടാണ് ഒന്ന് ചെയ്തത്. ഭംഗിയാണ്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഹീസ് എ വെരി ക്യൂരിയസ് മാൻ. ലൈക്ക് എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ആഗ്രഹമുള്ള ഒരാളാണ്. ആൻഡ് ഹീസ് എ ക്രേസി ഗൈ. ലൈക്ക് ഹി ബിൽഡ്സ് ഹിസ് ഓൺ ബൈക്സ്. എന്ത് ലൈഫിൽ അവനെ പോലത്തെ ഒരാളൊക്കെ യാ ലൈക്ക് എനിക്കിപ്പോ അത് വേണം,
നിങ്ങൾ അത് ഉണ്ടാക്കാം, അങ്ങനത്തെ ഒരു മനുഷ്യനല്ലാതെ ഞാൻ പോയത് വാങ്ങിക്കാന്നല്ല, ഞാൻ ഫ്രം സ്ക്രാച്ച് ഐ ബിൽഡ് ഇറ്റ്. ആൻഡ് എനിക്കറിയത്തില്ല വേറെ എത്ര മനുഷ്യന്മാരുണ്ടാകും. ഏറ്റവും കൂടുതൽ പഠിച്ചത് ഈ പടത്തിൽ ലേൺ ചെയ്തിട്ട് പോയതും എനിക്ക് തോന്നുന്നു അതായിരിക്കണം. അത്രയും ക്യൂരിയസ് ആയിട്ടുള്ള പ്രായത്തിൽ ഏറ്റവും കുറഞ്ഞ മനുഷ്യൻ അവനാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയ ഒരു ക്യാരക്ടറാണ്. കാരണം അവൻ ഭയങ്കര എന്തൊക്കെയാണ് അവൻ ഉണ്ടാക്കുന്നത്, ബൈക്ക്, പിന്നെ ഈ റേസിംഗ് സിമുലേറ്റർ ഇല്ലേ, മറ്റേ ഈ സ്റ്റിയറിംഗ് വീലും സാധനം ഒക്കെ ടി വി വെച്ച് നമ്മൾ കളിക്കുന്ന സാധനം, അതൊക്കെ അവൻ പോയി ഡിസൈൻ ചെയ്ത് വെൽഡ് ചെയ്ത് പൈപ്പൊക്കെ വെച്ച് ഉണ്ടാക്കി ഫുൾ അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. പല പരിപാടികളും പിടിക്കുന്നുണ്ട്. ഇപ്പൊ പുതിയതായിട്ട് ഒരു കമ്പനി തുടങ്ങുന്നുണ്ട്. ആള് പുലിയാണ്. ബോംബെയില് ഇങ്ങനെ സൂപ്പർ മോഡലൊക്കെ ആയിട്ട് 8 packs ഒക്കെ ആയിട്ട് നടക്കും. ഇനി കിട്ടാൻ പാടായിരിക്കും. അതില് ഐശ്വര്യ മറ്റേ ഡ്രൈവിംഗ് അറിയാതാണ് ചേസിംഗ് സീൻ ഡ്രൈവ് ചെയ്തെന്ന് പറഞ്ഞായിരുന്നു. ഞാനൊരു 1 month മുന്നേയാണ് ഡ്രൈവിംഗ് ശരിക്കും ഒന്ന് നിരത്തിലിറങ്ങി തുടങ്ങുന്നത്. നിരത്തിലിറങ്ങിയിട്ട് നേരെ വരുന്നത് ചേസിംഗ് സീനിലാണ്. ചെയ്യുമ്പോ സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ അടുത്ത് ചോദിച്ചു ഡ്രൈവിംഗ് അറിയോ, ചേസിംഗ് സീൻ, ഓക്കെ അടിപൊളി ചേസിംഗ് സീൻ, അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ചാക്കോച്ചൻ്റെ കൂടെയാണ്. പക്ഷെ എത്തിക്കഴിഞ്ഞപ്പോൾ ഫുൾ സെറ്റിങ്സ് കണ്ടു. 2 വണ്ടി, നല്ല സെറ്റിംഗ്, ക്രൂ, 2 ക്യാമറ, ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ ഒരു ടോട്ടാലിറ്റി മനസ്സിലാവുന്നത്. എന്ത് സീരിയസ് ആണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്, സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. അതും ബാംഗ്ലൂരിലായിരുന്നു കുറച്ച് ഷൂട്ട് ചെയ്ത്. ബാക്കി ടൈലൻഡ് ലാസ്റ്റ് ഷോട്ട്സ് കുറച്ച് മാത്രമാണ് നമ്മൾ നാട്ടിൽ ചെയ്തിട്ടുള്ളത്. ബാംഗ്ലൂരിൽ നമ്മൾ വണ്ടിയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടാണ് ഫുൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ടൈമുണ്ട്, നമുക്ക് ഇത്ര ടൈമിനുള്ളിൽ തീർക്കണം, കേസിനുള്ളിൽ ചെയ്ത് തീർക്കണം, ആൻഡ് അതിനോട് അഭിനയിക്കണം. നമ്മൾ കോളൊക്കെ ചെയ്യുന്ന സീനൊക്കെ ഉണ്ട് അതിൽ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് വന്നപ്പം നല്ല പ്രഷർ ഉണ്ടായിരുന്നു. ബട്ട് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരുള്ളത് കൊണ്ട് അവര് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ചാക്കോച്ചനൊക്കെ ആണെങ്കിലും നമ്മളെ കംഫർട്ട് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യും. നമ്മുടെ അടുത്ത് വന്നിട്ട് തൊഴിലൊക്കെ തട്ടി സമാധാനിപ്പിക്കും, കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. ബട്ട് നമുക്ക് പേടിയാണ്, കാരണം നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ചാക്കോച്ചനാണ്. ഇടിച്ച് തെറിപ്പിച്ച് ചാക്കോച്ചൻ മാനസികാവസ്ഥ ആലോചിക്കും. അത് പിടിച്ചു പക്ഷേ ഐ വാസ് റിയലി ഫൺ. ഇപ്പൊ ചിന്തിക്കുമ്പോ ഫണ്ണാണ്, അപ്പൊ ഫണ്ണായിരുന്നില്ല. ഗുഡ്. അപ്പൊ ഇനി വരാൻ പോകുന്ന നിങ്ങളുടെ പ്രോജക്ട്സ് ഏതൊക്കെയാണ്? ഓഫേഴ്സ് ഒക്കെ വന്നു തുടങ്ങിയോ? ഇല്ല, വരും തുരതുരാന്ന്. ഉറപ്പായിട്ടും അവിടെ പോയിട്ട് ലാലേട്ടൻ എന്താ പറഞ്ഞത്? ലാലേട്ടൻ ആദ്യമായിട്ട് വില്ലനായിട്ടാണ് വരുന്നത്. അപ്പൊ അത് പറഞ്ഞിട്ട് ഒരാള് ഞാൻ പറഞ്ഞ ചെറിയ ആഗ്രഹങ്ങളൊന്നും അല്ല കുട്ടിക്ക്. അല്ല, ഉള്ളിനുള്ളിൽ വിചാരിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ? ഇല്ല, ഞാൻ വിചാരിച്ചിട്ടില്ല അങ്ങനെ. അല്ല, ഇപ്പൊ എങ്ങനെ വില്ലൻ ക്യാരക്ടേഴ്സ് ചെയ്തു പോണം എന്നുള്ള തീരുമാനത്തിലാണ്? അങ്ങനെയൊന്നുമില്ല. ഐ തിങ്ക് കിട്ടുന്ന ക്യാരക്ടേഴ്സ് വാട്ട് എവർ ഇറ്റ് ഇസ്, ഇച്ചിരി ഡെപ്ത് ഉണ്ടാവണം, നല്ലൊരു ക്യാരക്ടർ ആവണം, എനിക്ക് ചെയ്യുമ്പോൾ ഒരു രസം ഉണ്ടാവണം, അതൊക്കെ തന്നെ. ഈ ഇൻഡസ്ട്രിയിലുള്ളവരുടെ തന്നെ കോൾസ് ഒക്കെ വന്നിരുന്നോ സിനിമ കഴിഞ്ഞിട്ട്? Not to me personally, but I think to him, I think Basil Charan had called Vishak. അങ്ങനെ അവരൊക്കെ സിനിമ കണ്ടിട്ട് പുള്ളി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, പുള്ളി ഹാപ്പി ആയിരുന്നു. പുള്ളിക്ക് ഞങ്ങളെ കുറിച്ചൊക്കെ കുറേ സംസാരിച്ചു. മറ്റേ ഈ വില്ലൻസിന്റെ ഗ്യാങ് ഇത്രയും സ്ട്രോങ് ആയതുകൊണ്ടാണ് മറ്റേ ടെൻഷൻ അങ്ങനെ നിൽക്കുന്നത്, അപ്പോൾ ഞങ്ങളെല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര ഹാപ്പി ആയിരുന്നു. ബേസിലായിട്ട് വിളിച്ചു, മറ്റേ മൃദുൽ നായർ ഡയറക്ടർ വിളിച്ചു, കുറച്ചുപേര് വിളിച്ചു. അങ്ങനെ അപ്പോൾ ഹാപ്പിയാണ് എല്ലാവരും. കുറേ നാൾക്ക് ശേഷമുണ്ടോ ഇങ്ങനത്തെ ഒരു സക്സസ് എന്നുള്ളൊരു സാധനം, അപ്പോൾ അത് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം. അത് എനിക്ക് വിശാഖിന്റെ ഒരു ഗ്രാഫും ഇപ്പൊ കുപ്പി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിൽ നിന്ന് നമ്മൾ മലയാളികളിലേക്ക് എത്തി. അതിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു പാവം ഫ്രണ്ട്സിനെ എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ നോക്കുന്ന ഒരു ക്യാരക്ടർ, അവിടെ നിന്ന് ഇത്രയും ഒരു പവർഫുൾ വില്ലൻ ഈ ഒരു ഗ്രാഫിനെ വിശാഖ എങ്ങനെ പേഴ്സണലി നോക്കി കാണുന്നത്? അത് നമ്മൾ എന്താ പറയുക, എളുപ്പമായിരുന്നില്ല ഗ്രാഫിലോട്ട് എത്തിക്കാൻ. കുറേയൊക്കെ ഓഫ് കോഴ്സ് ലക്ക് ഉണ്ട്, കുറേയൊക്കെ നമ്മൾ എന്താ പറയുക അതിന് വേണ്ടി ഇങ്ങനെ അങ്ങനത്തെ പടങ്ങളൊക്കെ നമ്മൾ തേടി കണ്ടുപിടിച്ചാണ് കുറച്ചൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റിയത്. പിന്നെ നമ്മൾ എന്താ പറയുക, ലുക്ക് ബാക്ക്വേർഡ്സ് ആണ് നമുക്ക് അതിൻ്റെ ഡോട്ട്സ് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പോൾ ഫുട്ടേജിൽ അഭിനയിച്ചുകൊണ്ടാണ് ഓഫീസിലേക്ക് മാറ്റച്ചേട്ടൻ വിളിക്കുന്നത്. ഇപ്പോൾ ഓഫീസിൽ അഭിനയിച്ചുകൊണ്ടാണ് ഇനിയിപ്പോൾ അടുത്ത ആൾ എന്നെ വിളിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാത്തിനും ഒരു കാരണമുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലാൻ പറ്റില്ല, പക്ഷേ when you look back it makes sense. അപ്പോൾ സന്തോഷം, വളരെയധികം സന്തോഷം. വിഷ്ണു എങ്ങനെയുണ്ട് ഈ ഒരു ഫുൾ ത്രൂ ഔട്ട് ഒരു അഭിനയ ജീവിതമൊക്കെ? അടിപൊളിയാണ്. അഭിനയ ജീവിതം സൂപ്പറാണ്. എൻജോയ് ചെയ്യുന്നു ഞാൻ. സന്തോഷത്തോടെ ചെയ്യുന്ന ഒരു കാര്യമാണ്. ആക്ടിങ് ആയിരുന്നോ മുൻപ് തൊട്ടുള്ള പാഷൻ? അല്ല, പാഷൻ മുമ്പ് തൊട്ട് ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ ചെറുപ്പത്തിൽ കുറച്ച് സ്കൂളിലൊക്കെ കുറച്ച് ആക്ഷൻ സംഭവങ്ങളൊക്കെ ചെയ്യുന്ന കുട്ടിയിലായിരുന്നു. പക്ഷെ അപ്പോ അങ്ങനെ ഒരു വിചാരം മനസ്സിലുണ്ടായിരുന്നില്ല, ഇതിലൊരു നമുക്കൊരു എന്താ പറയാ കരിയർ ഉണ്ടാക്കാം, അങ്ങനെ സംഭവങ്ങളൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വയനാട്ടിൽ നിന്നുണ്ട്. അപ്പൊ അവിടെ അങ്ങനെ ഒരു ആ സമയത്ത് അറ്റ്ലീസ്റ്റ് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി സംഭവങ്ങളൊന്നും ആയിരുന്നില്ല. പക്ഷെ എന്താ ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചു. എഞ്ചിനീയറിംഗും വേണ്ട, മെഡിക്കലും വേണ്ടെന്നുണ്ടായിരുന്നു. സോ അതിനോട് എഴുതിയിട്ടുണ്ടായിരുന്നില്ല. BBA ചെയ്തു മണിപ്പാലിൽ നിന്ന്. പിന്നെ സാധാരണ വർക്ക് ചെയ്യാൻ തുടങ്ങി. കോർപ്പറേറ്റിലായിരുന്നു. ഒരു 4 വർഷം ബാംഗ്ലൂർ വർക്ക് ചെയ്തു. അപ്പോഴൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചു കാലം വർക്ക് ചെയ്തപ്പോൾ മടുത്തു ടോട്ടലായിട്ട്. എനിക്ക് തോന്നുന്നു കോർപ്പറേറ്റ് വാസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് എൻ്റെ ഫ്രണ്ട്സ് ഹു ലവ് ദാറ്റ് പാർട്ട്. പക്ഷെ എനിക്ക് പേഴ്സണലായിട്ട് ഒട്ടും വർക്ക് ആവുന്നില്ല. രാവിലെ എണീറ്റാ അയ്യോ ഇന്ന് ഓഫീസ് പോകണ്ടോ എന്ന് പറഞ്ഞാണ് എണീക്കുന്നത്. അന്ന് ക്യാഷും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാ സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു ഫീൽ ആയിരുന്നു, മടുത്തു. അപ്പോൾ ഒരു 4 years 5 years കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു പണ്ടത്തെ കാര്യങ്ങളൊക്കെ നല്ല ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നൊരു രസവും സുഖവും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒന്നുകൂടെ നോക്കിയാലെന്ന് പറഞ്ഞിട്ടാണ് മെല്ലെ തുടങ്ങുന്നത് വീണ്ടും. അപ്പോൾ തിയേറ്റർ ചെറുതായിട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ കുറച്ച് ഓക്കെ ആയി. ഒരു സന്ദർഭം വന്നപ്പോൾ ഓക്കെ ഇതിലേക്ക് കുറച്ചും കൂടെ ഫുൾ ഫ്ലെജ്ഡ് ആയിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു കോഴ്സ് ചെയ്തു, തിയേറ്റർ മേക്കിംഗ് ആൻഡ് ആക്ടിങ്. ഒരു വർഷത്തെ കോഴ്സ് ചെയ്തു. പിന്നെ ഐ തിങ്ക് ഫ്രം 2018 onwards ഇതിൽ തന്നെയാണ് ഫുൾ ടൈം കോൺസെൻട്രേറ്റ്. എൻജോയ് ചെയ്ത് വരാണല്ലേ? സന്തോഷം. വേറെ ഒന്നും ഇല്ലെങ്കിൽ രാവിലെ എനിക്ക് അങ്ങനെ ഒരു വിചാരമേ ഇല്ല. ഈ ആക്ടിങ്ങിന്റെ ഭാഗമായിട്ടാണോ? ഞാൻ പ്രൊഫൈൽ നോക്കിയപ്പോൾ ഭയങ്കരമായിട്ട് വർക്ക്ഔട്ടും ബോഡിയൊക്കെ ശ്രദ്ധിക്കും. അല്ല, അത് ആക്ടിങ്ങിന്റെ പാർട്ടാണോ എന്ന് ചോദിച്ചാൽ ഓഫ്കോഴ്സ് അത് ആണ് എന്നും പറയാം, അല്ല എന്നും പറയാം. ബിക്കോസ് ഞാനത് ഫിസിക്കലായിട്ട് കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ്. ഏത് സ്പോർട്സ് ആണെങ്കിലും, അത് മാത്രമല്ല ഔട്ട്ഡോർ സ്പോർട്സ് ആണെങ്കിലും ഫിസിക്കൽ വർക്ക്ഔട്ട് എന്നുള്ള സംഭവം എനിക്ക് ടോട്ടലായിട്ട് ഇഷ്ടപ്പെട്ട സംഭവം. അപ്പോൾ ലേറ്റ് ആയിട്ടാണ് തുടങ്ങിയത് പക്ഷേ ആ സംഭവങ്ങളൊക്കെ, മൂവ്മെന്റ്സും സാധനങ്ങളൊക്കെ. ബട്ട് ഓഫ് കോഴ്സ് അത് ചെയ്യുമ്പോൾ എന്തെങ്കിലും പുതിയതായിട്ട് പഠിക്കണം എന്നൊരു ആഗ്രഹം കൊണ്ടാണ് ചെയ്തത്. ബട്ട് ചെയ്തു തുടങ്ങിയപ്പോൾ ഓഫ് കോഴ്സ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സാധനം ഇതുകൊണ്ട് നമുക്ക് പടത്തിൽ എന്തെങ്കിലും ഉപയോഗം ഉണ്ടാവണം എന്നുള്ളത് ഒരാഗ്രഹം എന്തായാലും. ട്രാൻസ്ഫോർമേഷൻ ഫോട്ടോസ് ഒക്കെ പടത്തിന്റെ അത് ഞാൻ ചെയ്തൊരു ഹിന്ദി പടത്തിന്റെ അത് ഫുൾ ഫ്ലെജ്ഡ് വർക്ക്ഔട്ടും സംഭവം ആവശ്യമുള്ള ഒരു പടമായിരുന്നു. സ്പോർട്സ് ആയിട്ട് ഫുട്ബോളായിട്ട് ചെയ്യേണ്ട ഒരു പടമായിരുന്നു. ഇനി വരാൻ പോകുന്ന പ്രോജക്റ്റ് ഏതാണ്? അങ്ങനെ പറയാറായിട്ടില്ല, പക്ഷെ അന്നേരം സംസാരിച്ചിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി വർക്ക്ഔട്ട് ആവുമെന്ന് വിചാരിക്കുന്നു. സോ മലയാളത്തിലും പറയണം, മേബി മോസ്റ്റ്ലി നടക്കും. വിശാഖിന്റെ കമ്മിങ് പ്രോജക്റ്റ് പറഞ്ഞില്ല. റിലീസ് ആവാനുണ്ട് 2 അപ്പോൾ ഫുട്ടേജ് എന്നുള്ള ഫിലിം ഹിന്ദിയിൽ അവർ റിലീസ് ചെയ്യുന്നുണ്ട് March 7th. പിന്നെ ഒരു സീരീസ് ചെയ്തായിരുന്നു നെറ്റ്ഫ്ലിക്സിന് വേണ്ടി. അത് ഹോപ്പ്ഫുള്ളി ഒരു ജൂണൊക്കെ ആകുമ്പോഴത്തേക്ക് ഇറങ്ങും. അടുത്ത പടത്തിൻ്റെ ഷൂട്ട് മെയിലാണ് തുടങ്ങുന്നത്, മലയാളത്തിലുള്ള പടത്തിൻ്റെ. പക്ഷെ എൻ്റെ അനൗൺസ്മെൻറ്റ് ഇതുവരെ ആയിട്ടില്ല. ശങ്കർ എഹ്സാൻ എൻ്റെ മ്യൂസിക് ചെയ്യും മലയാളത്തിൽ. അപ്പോൾ ഐ തിങ്ക് അത്രേ അവർ അനൗൺസ് ചെയ്തിട്ടുള്ളൂ ഇതുവരെ. ടൈറ്റിൽ അനൗൺസ്മെൻറ്റ് ഈ അടുത്ത സൺഡേ ഉണ്ടാവും. ഓക്കെ, അപ്പം ഒരുപാട് സന്തോഷം. സിനിമ ഓഫീസർ ഓൺ ഡ്യൂട്ടി വളരെ സക്സസ്ഫുൾ ആയി തന്നെ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു സിനിമ. ആൻഡ് എല്ലാവരെയും ഒരാൾ മാത്രം മിസ്സിംഗ് ആണ്. ഇത്രയും പേരെങ്കിലും ഒരുമിച്ച് എനിക്ക് കിട്ടിയതിലും ഒരുപാട് സന്തോഷം. ആൻഡ് താങ്ക് യു സോ മച്ച്. ആൻഡ് ഇപ്പം ഓഫീസറിനും ഇനി വരാൻ പോകുന്ന പ്രോജക്ട്സും എല്ലാം അടിപൊളിയായിട്ട് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു. Thank you so much. So much. Thank you.